ആട് മുതൽ ഓസ്ലർ വരെ കോമഡിയിൽ തുടങ്ങി ത്രില്ലറിലേക്ക് മാറിയ ഫിലിം കരിയർ. മിഥുൻ മാനുവൽ തോമസ് എന്ന ഡയറക്ടറെക്കുറിച്ച് ചുരുക്കി ഇങ്ങനെ പറയാം. ആദ്യം സംവിധാനം ചെയ്ത ചിത്രം ആട് ആണെങ്കിലും സിനിമയിലേക്ക് കടന്നു വരുന്നത് ഓം ശാന്തി ഓശാനയുടെ സഹ റൈറ്ററായിട്ടാണ്. ജൂഡിന്റെ സംവിധാനത്തിൽ 2014 പുറത്തിറങ്ങിയ ചിത്രം ഒരു റൊമാൻറ്റിക് കോമഡി ഫിലിം ആയിരുന്നു. നിവിൻ നസ്രിയ ജോഡി തിളങ്ങിയ ചിത്രം വലിയ വിജയമായി മാറുകയും ചെയ്തു. ചിത്രത്തിലെ ലൈറ്റ് ഹ്യൂമറുകൾ ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. തുടർന്ന് തൊട്ടടുത്ത കൊല്ലം തന്നെ മിഥുൻ സംവിധാന രംഗത്തേക്ക് കാലെടുത്തു വെച്ചു. ജയസൂര്യ, സൗജു കുറിപ്പ്, ധർമ്മജൻ, സണ്ണി വെൻ, വിജയ് ബാബു തുടങ്ങിയ പ്രധാന വേഷങ്ങളിലെത്തിയ ആട് ഒരു സ്ലാപ്സ്റ്റിക് നോൺസെൻസ് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമായിരുന്നു. സാധാരണ കോമഡി സിനിമകളിൽ നിന്ന് അല്പം വ്യത്യസ്തമായിരുന്ന പരീക്ഷണമായിരുന്നു ആട്. ഓരോ ക്യാരക്ടേഴ്സിനും യുണീക്ക് ആയിട്ടുള്ള BGM വരെ കൊടുത്ത ചിത്രം പക്ഷേ തിയേറ്ററിൽ അപ്രതീക്ഷിത പരാജയമായി മാറി. എന്നാൽ ചിത്രം OTT TV റിലീസായതിന് പിന്നാലെ ചിത്രത്തിലെ ഷാജി പാപ്പൻ, അറക്കൽ അബു, സർബത്ത് ഷമീർ തുടങ്ങി എല്ലാ കഥാപാത്രങ്ങളെയും ആഘോഷിക്കപ്പെടുന്നതാണ് കണ്ടത്. അക്ഷരാർത്ഥത്തിൽ ആട് ട്രെൻഡായി മാറുകയായിരുന്നു. സോഷ്യൽ മീഡിയ അടക്കി ഭരിക്കുകയായിരുന്നു ആട്. ചിത്രം ഒരു കൾട്ട് ക്ലാസിക്കായി മാറുകയും ചെയ്തു. ചിത്രത്തിന് രണ്ടാം ഭാഗം വേണമെന്ന ആവശ്യവും പ്രേക്ഷകർക്കിടയിൽ നിന്ന് ഉയർന്നു വന്നു. ഇന്നും സംവിധാനം ചെയ്ത ചിത്രങ്ങൾക്കെല്ലാം ഒരു കോമൺ ഫാക്ടർ ഉണ്ടായിരുന്നു എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് എന്തായാലും അവസാനം പറയാം. അതുവരെ നിങ്ങൾ ഗസ് ചെയ്യാനുള്ള സമയമാണ്. 2016 മിഥുന്റെ രണ്ടാമത് ചിത്രം വരുന്നത്. സാറ അർജുൻ, സണ്ണി വെയിൻ, അജു വർഗീസ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ആൻ മരിയ കലിപ്പിലാണ്. ചിത്രം ഒരു ലൈറ്റ് ഹാർട്ടഡ് കോമഡി ചിൽഡ്രൻ ഫിലിമാണ് എന്ന് പറയാം. ചിത്രത്തിൽ DQ ഗസ്റ്റ് റോളിൽ എത്തുകയും ചെയ്തു. ചിത്രം തിയേറ്ററിൽ വലിയ വിജയം തന്നെയായിരുന്നു. എന്നാൽ 2017 വന്ന അലമാര എന്ന ചിത്രം വലിയ പരാജയമായി മാറി. സണ്ണി വെയിൻ നായകനായി വന്ന ചിത്രം പ്രേക്ഷക മനസ്സിലോ തിയേറ്ററിലോ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയില്ല. വിരസമായ കഥയും ആഖ്യാന രീതിയും പ്രേക്ഷകർക്ക് ബോറടി ഉണ്ടാക്കി. ജോൺ മന്ത്രിക്കലായിരുന്നു ചിത്രത്തിന്റെ തിരക്കഥ. എന്നാൽ പിന്നീട് വന്ന ആട് 2 വൻ വിജയമായി മാറി. മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു പരാജയ ചിത്രത്തിന് രണ്ടാം ഭാഗമുണ്ടായി. ചിത്രം പ്രേക്ഷകർ ആഘോഷമാക്കി മാറ്റി. വലിയ കളക്ഷൻ നേടിയ ചിത്രം ആട് ഫസ്റ്റിന്റെ തോൽവിയുടെ ക്ഷീണം കൂടെ തീർത്തു എന്ന് വേണം പറയാൻ. തുടർന്ന് 2019 മിഥുന്റെയായി വന്ന അർജന്റീന ഫാൻസ് കാട്ടൂർ കടവ് പ്രേക്ഷകർക്ക് നിരാശയാണ് സമ്മാനിച്ചത്. അശോകൻ ചരുവിന്റെ ഇതേ പേരുള്ള ചെറുകഥയെ സിനിമയാക്കിയപ്പോൾ കാളിദാസനും ഐശ്വര്യലക്ഷ്മിയുമാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തി. ഫുട്ബോൾ ഫാൻസിന്റെ കഥ പറഞ്ഞ ചിത്രം പക്ഷേ പ്രേക്ഷകനുമായി ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റിയില്ല. ഫുട്ബോളിനെ പറ്റിയുള്ള സംവിധായകന്റെ അറിവ് അല്പം കുറവാണോ എന്ന് വരെ സിനിമ കണ്ടപ്പോൾ തോന്നി. ചിത്രം തിയേറ്ററിൽ ഒരു അവറേജ് വിജയം മാത്രമായി മാറി. എന്നാൽ 2020 മിഥുൻ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു വലിയ റോണർ ഷിഫ്റ്റ് നടത്തുന്നതാണ് കണ്ടത്. അതുവരെ കോമഡി ചിത്രങ്ങൾ മാത്രം എടുത്തിരുന്ന ആള് അഞ്ചാം പാതിര എന്നൊരു കിടിലൻ ത്രില്ലറുമായി വന്ന് പ്രേക്ഷകരെ ത്രില്ലടിപ്പിച്ചു. കുഞ്ചാക്കോ ബോബൻ, ഷറഫുദ്ദീൻ, രമ്യ നമ്പീശൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രം വളരെ ലോ ഹൈപ്പിൽ വന്ന് റിലീസിന് ശേഷം മൗത്ത് പബ്ലിസിറ്റിയിലൂടെ കത്തിക്കയറുകയായിരുന്നു. നല്ലൊരു ത്രില്ലർ കാത്തിരുന്ന പ്രേക്ഷകർക്ക് കിട്ടിയ ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിരുന്നു അഞ്ചാം പാതിര. അഞ്ചാം പാതിരയ്ക്ക് ശേഷം സംവിധാന രംഗത്ത് നിന്ന് ചെറിയ ബ്രേക്ക് എടുത്ത മിഥുൻ അടുത്ത സംവിധാന സംരംഭവുമായി ഈ മാസം അതായത് ജനുവരി 21 എത്തുകയാണ്. ജയറാം, സിദ്ദിഖ്, ജഗദീഷ്, അനശ്വര, അനുമേനൻ തുടങ്ങിയവർ ലീഡ് റോളിൽ എത്തുന്ന ചിത്രം ഒരു മെഡിക്കൽ ത്രില്ലറാണ്. എബ്രഹാം ഓസ്ലർ, മമ്മൂട്ടിയുടെ ഒരു ഗസ്റ്റ് റോളും ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഗരുഡൻ, ഫ്യൂണിക്സ് എന്നീ ചിത്രങ്ങൾക്ക് മിഥുൻ തിരക്കഥയൊരുക്കിയെങ്കിലും ഗരുഡൻ വലിയ വിജയമായി മാറി. എന്നാൽ ഫ്യൂണിക്സ് ഒരു അവറേജ് ആയി ഒതുങ്ങുകയായിരുന്നു. ഇനി നേരത്തെ പറഞ്ഞ കാര്യം, മിഥുന്റെ സിനിമകളിലെ ആ കോമൺ ഫാക്ടർ എന്താണെന്ന് അങ്ങനെ ചിന്തിച്ച് കാട് കയറാനുള്ള സംഭവമൊന്നുമില്ല. മിഥുൻ സംവിധാനം ചെയ്ത ചിത്രങ്ങളെല്ലാം അതേപോലെ പേരുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് എയിൽ ആണ്. ഐ മീൻ ഇംഗ്ലീഷ് ലെറ്റർ എ. ആട്, അലമാര, ആൻ മരിയ കലിപ്പിലാണ് അഞ്ചാം പാതിര, ആട് 2, എബ്രഹാം ഓസ്ലർ, അങ്ങനെ പോകുന്നു ആ എ കണക്ഷൻ. എന്തായാലും അഞ്ചാം പാതിരയ്ക്ക് ശേഷമുള്ള മിഥുന്റെ അടുത്ത ത്രില്ലറിനായി കാത്തിരിക്കുകയാണ് എല്ലാവരും. ഓസ്ലർ എന്തായാലും ജനുവരി 11 റിലീസാകും. ചിത്രം നന്നായിരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കും. മിഥുന്റെ തിരക്കഥയിൽ വൈശാഖ് സംവിധാനം ചെയ്യുന്ന മമ്മൂക്കയുടെ ടർബോയും ഷൂട്ടിംഗ് പുരോഗമിക്കുന്നുണ്ട്. ചിത്രം ഒരു കോമഡി ആക്ഷൻ സിനിമ എന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ എന്തായാലും മിഥുന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.